ആവേശം കൊള്ളിച്ച മധുര ജല്ലിക്കെട്ട് മത്സരങ്ങൾക്ക് തുടക്കം. അവനിയാപുരം ജല്ലിക്കെട്ട് മത്സരം 12 റൗണ്ടുകളിലായി നടന്നു. 937 കാളകളും 568 കാളപിടുത്തക്കാരും മത്സരത്തിൽ പങ്കെടുത്തു. കാറും ട്രാക്ടറും സമ്മാനങ്ങളായി നൽകി. മത്സരത്തിൽ ഗുരുതരമായി പരിക്കേറ്റ 11 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മന്ത്രി മൂർത്തി ഫ്ളാഗ് ഓഫ് ചെയ്തതോടെ ചരിത്രപ്രസിദ്ധമായ വീരവിളയാട്ടം എന്നറിയപ്പെടുന്ന ജല്ലിക്കെട്ടിന് തുടക്കമായി. വാടിവാസൽ വഴി കാളകൾ കുതിച്ചു. ചാടി വീരന്മാരായ യുവാക്കൾ കാളകളെ കീഴ്പ്പെടുത്താനും മത്സരിച്ചു. പിടികൊടുക്കാതെ കാളകളും മത്സരിച്ചു. ചില കാളകൾ തങ്ങളെ തൊടുന്നവരെ കൊമ്പിൽ കോർത്ത് ചുഴറ്റിയെറിഞ്ഞു. ജീവനിൽ ഭയമില്ലാത്ത വീരന്മാർ കാളകളെ കീഴ്പ്പെടുത്തുന്നുണ്ടായിരുന്നു. ஒரு பைக் என பரிசுகள் காத்துக்கிட்டு இருக்கு. 15 பேர் பிடிக்கூடாது. ஒரு மாடு ஒரு ஆள் பிடிக்கணும். மாடு விட்டுட்டு ഒരിക്കൽ നിരോധിച്ച ജല്ലിക്കെട്ടിനെ തമിഴ് മക്കൾ പോരാട്ടത്തിലൂടെയാണ് മടക്കി വാങ്ങിയത്. ജുഡീഷ്യറി പോലും ആ പോരാട്ടത്തിന് വഴങ്ങി. അവണിയാപുരം, പാലമേട്, അടങ്കാനല്ലൂരിലെ യുവതികൾ ജല്ലിക്കെട്ടിൽ പങ്കെടുക്കുന്ന വീരന്മാരെയാണ് വരനായി അവർ തന്നെ പരിഗണിക്കുക. അത്രയ്ക്കുണ്ട് അവരുടെ ആവേശം. മികച്ച കാളപിടുത്തക്കാരനായി 22 കാളകളെ പിടിച്ച വലയംകുളം പാലമുരുകന് ആദ്യ സമ്മാനമായി കാർ നൽകി. മികച്ച കാളയായി അവണിയാപുരം വിരുമാണ്ടി ബ്രദേഴ്സ് മന്തൈ മുത്തുക്കരുപ്പൻ കാളയുടെ ഉടമയ്ക്ക് ട്രാക്ടറായിരുന്നു സമ്മാനം. രണ്ടാം സമ്മാനം നേടിയ കാളപിടുത്തക്കാരൻ അവണിയാപുരം കാർത്തിക്കിന് ബൈക്കായിരുന്നു സമ്മാനം. രണ്ടാം സ്ഥാനം നേടിയ GR കാർത്തിവേലു കാളയ്ക്ക് സ്വർണ്ണ നാണയം സമ്മാനമായി നൽകി. അവണിയാപുരത്ത് രാവിലെ 7 മണിക്ക് തുടങ്ങിയ ജല്ലിക്കെട്ട് വൈകിട്ട് 6:30 വരെ കനത്ത സുരക്ഷയിൽ നീണ്ടു. 2200 പോലീസ് ഉദ്യോഗസ്ഥർ സുരക്ഷയുടെ ഭാഗമായി നിയോഗിക്കപ്പെട്ടിരുന്നു. രാജ്കുമാർ, കൈരളി ന്യൂസ്, മധുര.